الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വേനലവധിയുടെ സന്ദർഭത്തിലാണ് നമ്മുടെ വീടുകളെല്ലാം ഉള്ളത്. നമ്മുടെ മക്കളെല്ലാം ഒരു പരിധിവരെ നമ്മളോടൊപ്പമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ വെക്കേഷൻ്റെ സമയത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വിലയിരുത്തുകയും അവരുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ആശങ്കപ്പെടുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസരത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഫോണിലേക്ക് നമ്മുടെ കുട്ടികൾക്കുള്ള മതപരമായിട്ടുള്ള വെക്കേഷൻ ക്ലാസ്സുകളെക്കുറിച്ചും പഠന പദ്ധതികളെക്കുറിച്ചുമുള്ള അറിയിപ്പുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടെ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഒരു ആലോചന നടത്തേണ്ടതുണ്ട് എന്നാണ്. മുമ്പ് കാലത്തുനിന്ന് വ്യത്യസ്തമായി നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ കുട്ടികൾ വഴിതെറ്റുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവൻ വരുന്ന കൂട്ടുകെട്ടുകൾ, കൂട്ടുകാർ, അവൻ്റെ സ്വഭാവപരമായ മാറ്റങ്ങൾ, അതിനൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികളുടെ മാറ്റങ്ങൾ അതീവ രഹസ്യമാണ്. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ പോലും ഇന്നത്തെ രക്ഷിതാക്കൾക്ക് പറ്റില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇന്ന് എല്ലാ തോന്നിവാസത്തിൻ്റെയും അടിസ്ഥാനം ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു കൗമാരപ്രായക്കാരൻ്റെ ഫോണൊന്ന് വാങ്ങി നോക്കാൻ തീരുമാനിച്ചാൽ അവൻ പറയും, ഇതെൻ്റെ പ്രൈവസിയാണ്, എൻ്റെ സ്വകാര്യതയിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്നൊരു പക്ഷേ നമ്മുടെ മക്കൾ തന്നെ നമ്മളോട് പറയും. അത്രമാത്രം സ്വകാര്യമാണ് ഫോണെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അയക്കുമ്മ നോക്കണ്ട, അയക്ക് വാപ്പ നോക്കണ്ട, അതിൻ്റെ സ്വകാര്യമാണ് എന്ന് പറയുന്ന ആ സ്വകാര്യ രോഗത്തിൽ നിന്നാണ് അവൻ്റെ അധാർമികതകൾ രൂപം കൊണ്ടുവരുന്നത്. അവിടെ നമുക്കത് അറിയാൻ പറ്റില്ല. അപ്പോൾ അവൻ എഞ്ചിനീയറായി, അവൻ വലിയ ഉദ്യോഗസ്ഥനായി, അവന് ഗൾഫിൽ ജോലി കിട്ടി, വലിയ ശമ്പളത്തിന് ജോലി കിട്ടി, അവൻ ജോലിക്ക് പോകണില്ല. പിന്നെന്താ അവൻ ചെയ്യേണ്ടത്? അവൻ റൂമിലിരിക്കും.
ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് താഴത്തേക്ക് ഇറങ്ങി വരും, പിന്നെയും റൂമിലിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞു, ഇവൻ ജോലിക്ക് പോകുന്നില്ല, ഓഫീസിൽ പോകുന്നില്ല എന്ന്. അപ്പോൾ എന്താണ് അവന് സംഭവിച്ചത്? അവനെ അടിയന്തരമായി നാട്ടിലെത്തിച്ച് വീട്ടിൽ കുറച്ച് ദിവസം ഇരുത്തി നിരീക്ഷിച്ചപ്പോഴാണ് അവൻ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പറ്റിയത്. അവൻ പഠിക്കുന്ന കാലം മുതലുള്ള അവൻ്റെ ഒരു അധാർമികത കണ്ടുപിടിക്കാൻ അവന് ജോലി കിട്ടി, ജോലിക്ക് പോകാതെ റൂമിലിരിക്കേണ്ട സമയം വരെ വരേണ്ടി വന്നു. ഒരുപക്ഷെ നമ്മുടെ മകൾ, അവൾക്ക് സംഭവിച്ചത് എന്തെന്നറിയണമെങ്കിൽ അവളുടെ വിവാഹ തലേന്ന് അവൾ പറയാണ്, എനിക്ക് പറ്റൂല, എനിക്ക് ഈ കല്യാണത്തിന് വരാൻ പറ്റൂല, നാളെ ഈ കല്യാണങ്ങൾ നടത്തുകയാണെങ്കിൽ നാളെ ഞാൻ ഉണ്ടാവൂല എന്ന് മകൾ പറയുമ്പോഴാണ് ഇവൾക്ക് ഇത്ര വലിയ മാറ്റം സംഭവിച്ചോ എന്ന് നമ്മൾ അറിയാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുള്ളൂ സാധ്യമാകുക എന്ന് ചോദിച്ചാൽ, കുട്ടികളെപ്പോഴും നിരീക്ഷിച്ച് അവരെ ഫോൺ നോക്കി അവരെ കൂടെ ഇരുന്ന് അവർ റൂമിലൊപ്പം കിടന്നുറങ്ങിയൊന്നും വല്ലാതെയൊന്നും പുതിയ തലമുറയെ നോക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു മതപരമായ ഒരു കരുത്ത്, ജീവിതത്തിൽ എവിടെ അവർ പോയാലും അവർ നല്ലവരായി ജീവിക്കുമെന്ന് ഉറപ്പുവരുത്താവുന്ന ഒരു വിശ്വാസവും ഒരു ജീവിതാവസ്ഥയും മതബോധവും നൽകുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് സാധിക്കുമോ? ചില ആൾക്കാർ ചോദിക്കും. നമ്മളിത് പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നല്ല വസ്ത്രമൊക്കെ ഇട്ട് നല്ല വാഹനത്തിൽ സഞ്ചരിക്കണം. അപ്പോൾ നമുക്ക് പണമുണ്ടെങ്കിൽ അവർ പണക്കാരാകും. നമുക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിലോ അവർ വിദ്യാഭ്യാസമുള്ളവരാകും. നമുക്ക് സംസ്കാരമുണ്ടെങ്കിലോ അവർ സംസ്കാരമുള്ളവരാകും. അപ്പോൾ നിങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. അവസാനം നിങ്ങളുടെ മകൻ ഒരു 10ാം ക്ലാസ് പോലും പാസ്സായില്ല. അങ്ങനെ അവൻ ഗതിയില്ല നടക്കുമ്പോൾ അവൻ ആലോചിക്കൂലേ, ഉമ്മ ടീച്ചറാണ്, വാപ്പ ഡോക്ടറാണ്, എന്നിട്ട് ഇന്നൊന്നും പഠിപ്പിച്ചില്ലല്ലോ എന്നവൻ പറയും. അതൊരു ന്യായമാണ്. ഇവർക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്തേ എനിക്ക് വിദ്യാഭ്യാസം തരാതിരുന്നത്? വാപ്പയ്ക്ക് ഇത്രയും വലിയ ജീവിത സാഹചര്യം ഉണ്ടായിട്ടെന്തേ വാപ്പ എനിക്കൊരു നല്ല ജോലിയും ജീവിത സാഹചര്യവും ഉണ്ടാക്കാതിരുന്നത് എന്നൊരു പക്ഷേ മക്കൾക്ക് ഭാവിയിൽ ചോദിക്കാമല്ലോ. അതേപോലൊരു ചോദ്യമാണ്, വാപ്പ നല്ല നിസ്കരിക്കാൻ പോണ ആളാണ്, വാപ്പ നല്ല ദീനിൻ്റെ ആളാണ്, വാപ്പ പള്ളിൻ്റെ പ്രസിഡൻ്റാണ്, വാപ്പ രാവിലെ നീച്ചാൽ ഖുർആൻ ഓതിയിട്ടേ ബാക്കിയൊക്കെ തുടങ്ങുള്ളൂ, വാപ്പ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുത്താത്ത ആളാണ്, എന്നിട്ടെന്തേ വാപ്പ എനിക്കതൊന്നും പകരം തരാതിരുന്നത്? ആ വീട്ടിൽ വളർന്നിട്ട് എന്തേ ഞാൻ നിസ്കരിക്കാത്തവനായത് എന്നൊരു പക്ഷേ സുഹൃത്തുക്കളെ നാളെ ചോദിക്കൂലേ. അപ്പം വാപ്പക്ക് പറ്റുന്നതാണത്, ഉമ്മാക്ക് പറ്റുന്നതാണ് പറയുന്നത്. നമ്മുടെ കുട്ടികൾ ഇഹലോകത്തും പരലോകത്തും അവർ വിജയികളായി തീരാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. അല്ലെങ്കിൽ പടച്ചോ നമ്മൾ ആ ദൗത്യം ഏൽപ്പിക്കൂലല്ലോ. കഴിയാത്തൊരു കാര്യം പടച്ചോ നമ്മൾ ഏൽപ്പിക്കും. സുഹൃത്തുക്കളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഈ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും സ്വർഗത്തിലും നരകത്തിലും മലായിക്കത്തിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ രക്ഷപ്പെടുത്തുക. എങ്ങനെ നരകത്തിൽ രക്ഷപ്പെടുത്തില്ല? എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം വേണോ അത് നിങ്ങളെല്ലാം ചെയ്തിരിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധങ്ങളും നിങ്ങൾ പാലിച്ചിരിക്കണം. അത് നിങ്ങളെ മാത്രമല്ല, അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ റിആയത്തിൽ വരുന്ന, നിങ്ങളുടെ സംരക്ഷണത്തിൽ വരുന്ന, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള, നിങ്ങൾ ചുമതലയുള്ള നിങ്ങളുടെ ഭാര്യമാർ, അവരെ നരകത്തിൽ നിങ്ങൾ രക്ഷപ്പെടുത്തണം. നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിങ്ങൾ രക്ഷപ്പെടുത്തണം. അത് അല്ലാഹ് നമ്മോട് പറഞ്ഞെന്തുകൊണ്ടാ? നമുക്ക് പറ്റുന്നതുകൊണ്ടാണ്. നരകം അത്ര നിസ്സാരമൊന്നല്ല. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, പരുക്കന്മാരായ മലക്കുകളുണ്ട് നരകത്തിൽ. ഏതെങ്കിലും ഒരു കേസിൽ സുഹൃത്തുക്കൾ നമ്മുടെ മക്കളൊരു 15 ദിവസം റിമാൻഡിലായാൽ നമുക്ക് സഹിക്കാൻ പറ്റും. ഒരു 15 ദിവസം റിമാൻഡിലായാൽ നമുക്ക് സഹിക്കാൻ പറ്റും. അവൻ എന്താണ് അവിടുത്തെ അവസ്ഥ, എന്താണ് ജയിലിലെ അവസ്ഥ, അവിടുന്ന് എവിടുന്ന് അവന് ഭക്ഷണം കിട്ടുന്നത്, എന്താണ് അവൻ്റെ കാര്യം, എത്രയാണ് നമ്മളെ മാനക്കേട്, അത് നമുക്ക് സഹിക്കാൻ പറ്റും. പിന്നെ നരകത്തിൽ പോകണത് എങ്ങനെ സഹിക്കാൻ പറ്റുക സുഹൃത്തുക്കൾ? അവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ഗൗരവമല്ലേ നമ്മളെ മക്കളെ നമ്മളൊരു കോച്ചിങ്ങിന് വേണ്ടി 1 കൊല്ലം 2 കൊല്ലം പറഞ്ഞയക്കണം, രാത്രി പകലും ഒഴിയാതെ അവിടെ പഠിക്കാൻ വേണ്ടി പറയുന്നു. അതിനുവേണ്ടി നമ്മൾ മാസത്തിൽ 15,000 25,000 ഫീസ് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ അവൻ ഡോക്ടറായത്? അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ അവൻ ഒരു പ്രൊഫഷണലായത്? അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ അവൻ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിയത്? എങ്കിൽ സുഹൃത്തുക്കൾ, ഇതിൻ്റെയൊക്കെ ചെറിയൊരു അധ്വാനം അവർക്ക് നാളെ സ്വർഗം കിട്ടാനും അവർ ദുനിയാവിൽ ദീനനുസരിച്ച് ജീവിക്കുവാനും നമ്മളൊക്കെ ചെയ്യേണ്ടതില്ലേ എന്ന ഒരു ചോദ്യം യഥാർത്ഥത്തിൽ നമ്മളോടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടേ പറ്റൂ. മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന്, മക്കളൊരു അമാനത്താണ്. അത് നമ്മളെ ഏൽപ്പിച്ചു, നമ്മളെ മക്കളെ നമ്മളെ ഏൽപ്പിച്ചു. അതിന് ഒരാളും വന്ന് നന്നാക്കൂല.
നിങ്ങളങ്ങനെ കാത്തുക്കന്നെ വേണ്ട. നമ്മുടെ മക്കളുടെ നന്മയിൽ മറ്റാരും ഇടപെടൂല. ഇനി ഇടപെടണമെങ്കിൽ തന്നെ നമ്മളെ സമ്മതം വേണം. അപ്പോൾ ചില അവരെ കുട്ടികളെ വിളിക്കണ്ട. അതെന്നുവെച്ചാൽ അവൻ്റെ വാപ്പക്കും ഉമ്മക്കും ഒന്നും അതിനോട് താല്പര്യമില്ല. അപ്പം അവരാരും അങ്ങോട്ടേക്ക് വരൂല. നമ്മുടെ മക്കൾ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. അത് നമ്മൾ തന്നെ സുഹൃത്തുക്കൾ നിർവഹിക്കണം. നമ്മളല്ലായിരുന്നു അവരുടെ വാപ്പയും ഉമ്മയുമെങ്കിൽ അവർ മറ്റൊരു കുഞ്ഞാകുമായിരുന്നു. നമ്മളല്ല അവൻ്റെ വാപ്പയും ഉമ്മ എന്നുണ്ടെങ്കിൽ അവൻ മറ്റൊരു മകനാകുമായിരുന്നു, മറ്റൊരു മകളാകുമായിരുന്നു. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും നിർവഹിക്കുന്നു നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അത് നിർവഹിക്കണമെങ്കിൽ ബോധപൂർവം നിർവഹിക്കണം. ചിലപ്പോൾ നമ്മളെ മനസ്സിക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കും, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. അതിന് ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണത് നമ്മുടെ മക്കൾ അവരെ കയ്യിലായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് പോയാലും അവർ ദീനിയായി വളരട്ടെ. അപ്പോൾ പെണ്ണിട്ടുന്നതിന് മുന്നേ ആലോചിക്കണം. പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടി ഒരു ശാരീരിക ബന്ധത്തിന് ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താൻ മാ റസഖ്തന. ഞങ്ങൾക്ക് വല്ല കുട്ടിനെയും ഇതിൽ തരികയാണെങ്കിൽ പടച്ചോനെ ശൈത്താൻ ആ കുട്ടിയിൽ നിന്ന് നീ അകറ്റി തരണേ. ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യത കാണുമ്പോൾ പോലും ശൈത്താൻ്റെ സ്പർശനമില്ലാത്ത, ശൈത്താൻ്റെ സ്വാധീനമില്ലാത്ത ഒരു കുഞ്ഞു വേണമെന്ന് പറയാൻ പറഞ്ഞത് മക്കൾ നല്ലവരാകണം എന്ന് ഒരു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നല്ല കുട്ടിനെ തരണേന്നല്ല, ആൺകുട്ടിനെ തരണേന്നല്ല, നല്ല കുട്ടിയെ തരണേന്നല്ല. ഏത് കുട്ടിയാണെങ്കിലും സ്വാലിഹായ ഒരു സന്താനത്തെ തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അത് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. അപ്പോൾ കുട്ടികൾ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടൊരു അമാനത്താണ്. രണ്ടാമത്തെ സുഹൃത്തുക്കൾ, ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് ജീവിതത്തോട് ചേർത്ത് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കൾ. അത് മക്കളില്ലാത്തവരോട് ചോദിച്ചാൽ മതി, മക്കളില്ലാത്തവരോട് ചോദിച്ചാൽ മതി. ജനിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത വൈകല്യങ്ങളുള്ള മക്കളുള്ള രക്ഷിതാക്കളോട് ചോദിച്ചാൽ മതി. മക്കൾ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു ഒരു അനുഗ്രഹം തരുന്നത് വെറുതെ അല്ല. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു നന്ദി ഒരു അനുഗ്രഹം തന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ എനിക്ക് വർദ്ധിപ്പിച്ചു തരും. നന്ദി കാണിച്ചില്ലെങ്കിലോ എൻ്റെ ശിക്ഷ കഠിനമാണെന്ന് നിങ്ങൾ ആലോചിക്കണം എന്നാണ്. അതുകൊണ്ട് അള്ളാഹ് അനുഗ്രഹമായി തന്ന മക്കൾ ഏതായാലും നമുക്കൊരു ദോഷമാകാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് നമ്മുടെ മക്കൾ അനുഗ്രഹമായി അനുഭവിക്കണമെങ്കിൽ അവർ നല്ലവരായി വരണം. മക്കൾ അഭിമാനമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മക്കൾ അഭിമാനമാണ്, മനസ്സിലായി? നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉയർന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് നല്ലൊരു ഡെസിഗ്നേഷൻ അഡ്രസ്സ് ഉണ്ടെങ്കിൽ, അത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മക്കളെ പറ്റി പറയുമ്പോൾ ആ 4 ആൺകുട്ടികളാണ്, ഒരുത്തൻ എവിടെയാണ്, ഒരുത്തൻ അവിടെയാണ്, നമ്മൾ എത്ര സന്തോഷത്തിലാണ് നമ്മൾ അതൊക്കെ പറയാം സുഹൃത്തുക്കളെ. അതൊക്കെ പറയണമെങ്കിൽ എന്ത് വേണമെന്നറിയും? അവരെ അഭിമാനമുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് എത്തിയാലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മക്കളെ ചോദിക്കുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറും. അതിന് മറുപടി പറയാൻ നമ്മൾ കാത്തുക്കൂല. കാരണം ചോദിച്ചാൽ നമുക്ക് എല്ലാത്തിനും അത്ര നല്ലൊരു ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ട് മക്കളെ പറ്റി ചോദിക്കുമ്പോഴേക്കും നമ്മൾ തൽക്കാലം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അഭിമാനത്തോടെ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ ആ നിലക്ക് എന്തെങ്കിലും വളർത്തണം. നിങ്ങൾ വെറുതെ ആലോചിക്കണം, നിങ്ങൾ നമ്മളെ മക്കളൊരു ഫോട്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പ്രതിയായി പത്രത്തിൽ വരുന്നത് അതൊരു വലിയ പേടി സ്വപ്നമല്ലേ സുഹൃത്തുക്കളെ? അതിൻ്റെ താഴെ നമ്മളെ പേരുണ്ടാവില്ലേ, നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവില്ലേ? അങ്ങനെ എത്ര രക്ഷിതാക്കൾ പുറത്തിറങ്ങാതെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന ദുരന്തമല്ല സുഹൃത്തുക്കൾ. നമ്മൾ ഈ ദീനിയായി നമ്മളെ മക്കളെ വളർത്തണം എന്നത് അത്ര ഗൗരവത്തോടെ ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് വരാവുന്ന നഷ്ടം ചെറുതല്ലെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. ചെറുതല്ല എന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. അത്ര നിസ്സാരമായി കാണണ്ട. പല ആളുകളും കുട്ടികളെയും പിടിച്ചിട്ട് ഹിഫ്ളിൻ്റെ കോളേജിക്കും മദ്രസക്കും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഓട്ടോറിക്ഷയ്ക്ക് മദ്രസക്കും വെക്കേഷൻ ക്ലാസ്സുക്കും ഒക്കെ പറഞ്ഞയക്കുമ്പോൾ നമ്മളെ കുട്ടിയൊക്കെ അങ്ങനെയൊന്നും വരില്ല, ഓരോന്നും ഒരു പ്രശ്നമില്ല എന്ന് ചിന്തിക്കരുത് ഈ പുതിയ കാലത്തിൽ. അതൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമ്മുടെ അഭിമാനത്തിന് കോട്ടം തട്ടിയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല എന്ന് നമ്മൾ ആലോചിക്കണം. മാത്രമല്ല, എവിടെയെങ്കിലുമൊക്കെ മാനസികമായും ശാരീരികമായിട്ടൊക്കെ വല്ലവരും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തകർച്ചൻ്റെ കാരണം മക്കളാണ്. എത്രയെത്ര സ്ത്രീകളുടെ കാര്യങ്ങൾ മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ വേദന കൊണ്ട് മാറാരോഗികളായി തീർന്ന എത്ര ഉമ്മമാരുണ്ട് ആലോചിക്കണം. അത് ചെറിയ ദുരന്തമല്ല.
മക്കളെക്കുറിച്ചുള്ള വേദനകൾ മനസ്സിൽ വന്നാൽ ജീവിതത്തിൽ അതിനേക്കാളും വലിയൊരു ദുരന്തം വേറെ സംഭവിക്കാനില്ല. അതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അവർ വളരുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ബോധപൂർവം ഇടപെടേണ്ടതുണ്ട്. മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രതീക്ഷയാണെന്ന് എന്താ പ്രതീക്ഷ? നമ്മൾ മക്കളെ ഓരോ വർഷങ്ങൾ എടുത്തു നോക്കുമ്പോഴും നമുക്ക് സന്തോഷമാണ്. ഈ കൊല്ലം കഴിഞ്ഞവൻ ഹാഫിളാവും, ഈ കൊല്ലം കഴിഞ്ഞാൽ അവൻ ഡോക്ടറാവും, ഈ കൊല്ലം കഴിഞ്ഞാൽ അവൻ ഇന്നവനാകും. ഈ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. എത്ര വലിയ ജീവിത ഭാരമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ജോലികൾ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ. കടങ്ങളൊക്കെ നമ്മൾ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതൊക്കെ മക്കൾക്ക് വേണ്ടിയല്ലേ. ആ മക്കൾ അതിനനുസരിച്ച് വളരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുമ്പോഴേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ആ മക്കൾ നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കണം എന്നാണ്. ആ മക്കളെ ആഗ്രഹിച്ചും അവർ നല്ലവരായി തീരാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്ന മക്കൾ പരീക്ഷണമാണെന്ന്. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. വഅലമു, നിങ്ങൾ അറിയണം, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾക്ക് ഫിത്നയാണ്. പണ്ഡിതന്മാരെ ഇതിന് വ്യാഖ്യാനം എന്താ ഫിത്ന പറഞ്ഞാൽ? കുറച്ചിഷ്ടമുള്ളതല്ലേ. മക്കളോടും സമ്പത്തിനോടും മനുഷ്യന് കുറച്ച് ഇഷ്ടമുണ്ടാവും. അപ്പം അവൻ എപ്പോഴും പടച്ചോ അങ്ങനെ ഈ മക്കളോടും സ്വത്തിനോടുള്ള ഇഷ്ടമാണോ പടച്ചോനോടുള്ള ഇഷ്ടമാണോ ഏറ്റവും വലുത് എന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പള്ളിക്ക് ജമാഅത്തിന് പോകണില്ല, എന്താ? അവന് കച്ചവടത്തോടാണ്, അവൻ്റെ പണത്തോടാണ്, അവൻ്റെ മേശവലിപ്പിനോടാണ് അവൻ ആ പരലോകത്തെക്കാളും ഒക്കെ ഇഷ്ടം. നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു മകനെ തന്നിട്ട് അവനെ ദീനിയായിട്ട് നമ്മൾ വളർത്തിയോ എന്നതും നമുക്കൊരു പരീക്ഷണമാണ്. മക്കളെ തന്നിട്ട് അവർക്ക് അള്ളാഹു തന്ന മക്കൾക്ക് തന്ന ദീൻ അവർക്ക് കൊടുത്തോ എന്നത് മറ്റൊരു പരീക്ഷണമാണ്. നമ്മൾ ആലോചിക്കണം. മക്കളിൽ നിന്നാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത്. കൺകുളിർമ എന്ന് പറയും സന്തോഷം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുർരിയാത്തിന ഖുർറത അയുൻ. കൺകുളിർമ. എന്താ കൺകുളിർമ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ അത് മക്കളിൽ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. നമ്മൾ ദീനിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മുടെ മക്കൾ ദീനിയായിട്ട് വളരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. നമ്മുടെ മക്കൾ എന്താകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവരെത്തുമ്പോൾ നമ്മൾക്ക് കൺകുളിർമയും സന്തോഷവും ഉണ്ടാവും. അതും ദീനിയായിട്ട് അവരെ വളർത്തുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മക്കളെ കാര്യത്തിൽ ഒരു ഇടപെടൽ യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ ഈ അവസരത്തിൽ വേണമെന്ന്. എന്താണ് സുഹൃത്തുക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഇതിനെപ്പറ്റി പറയുമ്പോൾ പണ്ഡിതന്മാർ പറയും, നല്ല ഫലഭൂയിഷ്ടമായൊരു മണ്ണാണെങ്കിൽ ഏത് വിത്താവട്ടെ അവിടെ അത് മുളച്ചുണ്ടാകുമല്ലോ. നമ്മുടെ കുട്ടികളിൽ എന്ത് നന്മ ഉണ്ടാകണമെങ്കിലും അവർക്ക് അടിസ്ഥാനപരമായ വിശ്വാസം വേണം, പടച്ചോനെ പേടി വേണം, സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള അറിവ് വേണം, ദീനിനെക്കുറിച്ചുള്ള ബോധം വേണം. ആ മനസ്സുണ്ട്. ആ ദീനിൻ്റെ ഒരു മനസ്സ് അവർക്കുണ്ടോ അവരിലേതു നന്മയും ഉണ്ടാകും. ആ മനസ്സില്ലേ? ആ മനസ്സില്ലാത്ത ഒരാളിൽ ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനം അള്ളാഹിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെയുള്ള നല്ലൊരു ബോധ്യം അവർക്ക് ഉണ്ടാക്കാൻ. ഫദക്കിർ ഇന്ന ഫാത്തി ദിക്റ. ഉത്ബോധനങ്ങൾ ഫലപ്പെടുമെങ്കിൽ നിങ്ങൾ അവരെ ഉത്ബോധിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഉത്ബോധനങ്ങൾ ഫലപ്പെടണം എന്നുണ്ടെങ്കിൽ പറഞ്ഞത് എൻ്റെ ഗുണത്തിനാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ദീനി ബോധം അടിസ്ഥാനപരമായി അവർക്കുണ്ടാകുമ്പോൾ മാത്രമാണ് അതുണ്ടാവുള്ളൂ. അതിനുള്ള ചില അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിന് വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചപ്പോൾ തറാവീഹിന് എല്ലാവരും മക്കളെയും കുട്ടികളെയൊക്കെ കൂട്ടി വരില്ലേ, അങ്ങനെ 30 ദിവസം പള്ളികൾക്ക് വരും. അതൊരു സാഹചര്യം. അവരുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു ജീവിത കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ എന്നും റമദാൻ വരുമ്പോൾ പള്ളിയിൽ പോയതിനെ പറ്റി അവർ ആലോചിക്കും. അതവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ്. നിങ്ങൾ വെച്ച് മക്കളൊക്കെ ഇവിടെ ഇരുന്നോളിയും ഞങ്ങൾ പള്ളിയിൽ പോയി തരാമെന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിൽ ആ പള്ളി പോയിട്ടുള്ള ആ ഒരു സന്തോഷവും ആ ഒരു ആഹ്ലാദമൊക്കെ ഉണ്ടല്ലോ, അതുണ്ടാവില്ല. അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ഉള്ളൂ അവരിൽ അതുണ്ടാവുള്ളൂ. ജീവിതത്തിൽ എവിടെ നമ്മളൊക്കെ ദീനിനോട് എവിടെയെങ്കിലൊക്കെ ഒരു മഹബത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അങ്ങനത്തെ ചില അവസരങ്ങൾ ഉണ്ടാക്കി. ചെറുപ്പത്തിൽ പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ നമ്മൾ ഏറ്റവും അധികം അവരിൽ ഭാവിയിൽ ഉണ്ടാകേണ്ട നന്മകളിലേക്ക് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവസരങ്ങൾ ഉണ്ടാക്കണം. ചെറുപ്പത്തിൽ വലിയ സ്വാധീനം. ഒരു പ്ലാവിൻ്റെ ചെറിയൊരു തൈ, അത് ചെറിയ തൈയാകുമ്പോൾ അതിന് ചെറിയ പരിക്കും വളരെ വലിയ പരിക്കാണ്. അതിന് ചെറിയൊരു പരിചരണം പോലും വളരെ വലിയ പരിചരണമാണ്.
എന്നാൽ വലിയൊരു മരമായി തീർന്നതിന് ശേഷം എന്ത് പറ്റിയാലും ഒന്നും സംഭവിക്കൂലല്ലോ. ഒരു ചെറുതായി തീരുമ്പോഴുണ്ടാകുന്ന ഇടപെടലുണ്ടല്ലോ, ആ ഇടപെടലുകൾക്ക് വളരെ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് അല്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി കിട്ടണേ. ഒരു 10-14 വയസ്സൊന്നും കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് കാണാൻ പോലും കിട്ടില്ല നമ്മുടെ മക്കളെ. അപ്പോൾ ഒരു 5 വയസ്സ് 10 വയസ്സിൻ്റെ ഇടക്കാണ് ഇതൊക്കെ നമ്മളെടുത്ത് ഉണ്ടാകുക. ആ സമയത്ത് നമ്മളിങ്ങനെ അന്തം വിട്ട് നടക്കും, ഒന്ന് കൂടെ കൊണ്ടു നടക്കാതെ, ഒന്നും പറഞ്ഞു കൊടുക്കാതെ. അപ്പം നമ്മൾ ശരിക്കും മെനക്കെട്ടാൽ നമ്മൾ വിചാരിക്കുന്ന മക്കളായി തീരും. അപ്പം കയ്യിൽ കിട്ടുന്ന സമയത്ത് അവർ നന്നാക്കി എടുക്കുവാനുള്ള ഒരു പിന്നെ പറ്റുകയാണെങ്കിൽ കേട്ടോ, അറബി ഭാഷ നമ്മുടെ കുട്ടികൾക്ക് അറിയണം. അതുകൊണ്ട് വലിയ ഗുണമുണ്ട്. പഴയ കാലത്തെ പോലെയല്ല. പണ്ടൊരാൾ അറബി പഠിച്ചാൽ പോലും അവൻ അറബിയിലൊരു പുസ്തകം കിട്ടിക്കോണമെന്നില്ല. ഇന്ന് നമ്മളിപ്പോൾ ഗൂഗിളിലാണ് ആൾക്ക് സെർച്ച്. ലാംഗ്വേജാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അറബി അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ ഒരു കാര്യവും ഒരു സംശയവും മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. ഒരു ക്വസ്റ്റ്യൻ അത് ആധികാരികമായ സൈറ്റാണോ എന്ന് മാത്രം മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി ഉണ്ടായാൽ മതി. എന്തിനും ഉത്തരം കിട്ടും, മറുപടി കിട്ടും. ഭാഷ പ്രധാനമാണ്. അറബി പഠിക്കുക. നമ്മുടെ മക്കൾ ഇന്നിപ്പോൾ ഒരു സ്കൂളിൽ പോലും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അറബി എടുക്കേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അറബി സെക്കൻഡ് ലാംഗ്വേജ് ആക്കി എടുത്താൽ അവൻ്റെ ഭാവി ഹയർ സ്റ്റഡിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ രക്ഷിതാക്കൾ അറബി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കണം എന്ന് പറയുമ്പോൾ പോലും പറയും. ഞാൻ അറബി ഭാഷ അങ്ങനെയെങ്കിൽ ഒന്ന് പഠിക്കാനുള്ളൊരു അവസരം നമ്മുടെ കുട്ടികളുടെ ഭാവി നന്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദീനിയായി ഒരു നല്ല അടിത്തറയുണ്ടാവാൻ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ സുഹൃത്തുക്കളെ വന്നു ചേരാനുള്ള അപകടങ്ങൾ വളരെ വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വെറുതെ ഇന്നൊന്നും നിങ്ങൾ ചോദിക്കൂ നിങ്ങളുടെ മനസ്സിനോട്, എൻ്റെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ബോധപൂർവം അവർ നന്നാകാൻ വേണ്ടി ചെയ്തത് എന്നൊന്ന് ചോദിക്കണം. നിർബന്ധമായും ചോദിക്കണം. അപ്പോൾ ഞാൻ മദ്രസിൽ അയക്കാത്തതിന് രക്ഷിതാക്കന്മാരുണ്ട്. അത് നമ്മുടെ നാട്ടിലത്തെ ഒരു പരിപാടിയാണ്. ഏതെങ്കിലും പരിസരത്തിൽ മദ്രസ് പോകുക എന്നുള്ളൂ. അവനവിടെ പോയിട്ട് വല്ലതും പഠിക്കുന്നുണ്ടോ, അവിടുത്തെ ഉസ്താദുമാരെങ്ങനെയാണോ, ഏത് പുസ്തകമാണ് പഠിക്കുന്നത്, എന്തേ അവന് കിട്ടിയത്, അവൻ നമ്മൾ ചോദിക്കലുണ്ടാവില്ല. അതൊക്കെ നാട്ടിൽ നടക്കുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമായി നടന്നു പോകുന്നുണ്ടായിരിക്കും. അതിലുപരി നാം എന്ത് ചെയ്തു, നമ്മുടെ മക്കൾ നല്ലവരാവാൻ ബോധപൂർവം നമ്മൾ എന്ത് ചെയ്തു എന്ന ആത്മാർത്ഥമായൊരു ചോദ്യം ഇന്ന് ചോദിക്കും. അതിന് പരിഹാരം കാണാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിൽ, ഇഹലോകത്തും പരലോകത്തും നഷ്ടപ്പെട്ടു പോകുന്നതിൽ നമ്മൾ ഖേദിക്കുന്നതിൽ എന്താർത്ഥം? അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് സന്തോഷവും കൺകുളിർമയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നതിന് തുടർച്ച തന്നെയാണ്. ഇപ്പോൾ നമ്മളെ കുട്ടികളെ കൂടെ ഒന്നിച്ചൊന്നൊരു യാത്ര പോയി. ഇപ്പോൾ ടൂറൊന്നും പറയണ്ട, ഇപ്പോൾ ഒരു യാത്ര പോയി എന്നൊരു നല്ല കാര്യമാണ്. വെക്കേഷനിൽ അത് നമ്മൾ പോണത് എന്തിനറിയാം, ഒരു ലക്ഷ്യം വേണം. പോണത് എന്തിനാ പോകുന്നത്? ഒന്ന് ചൂടത്തൊന്ന് തണുപ്പ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാനോ അല്ല. നമ്മുടെ മക്കളോടൊപ്പം നമ്മുടെ ഭാര്യയോടൊപ്പം നമ്മൾ ഒന്നിച്ചുണ്ടാവുക എന്നതിന് വളരെ വലിയ ഗുണമുണ്ട്. കാരണം ജീവിതത്തിൽ എപ്പോഴും തിരക്കിൽ നമുക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റണില്ല. അവിടെ കൂടെ നിന്ന് ഒന്ന് സഹവസിച്ച് അപ്പോൾ ആ പോണ വഴിക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു പകൽ ഒരു രാത്രി കൊണ്ടൊക്കെ നമുക്ക് പലതും അവർക്ക് നൽകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനൊരു സമയം കാണുക എന്നുള്ളത് ഈ വെക്കേഷൻ സമയത്ത് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അതൊരു ഉംറയാവാം, പൈസ ഉള്ളവർക്ക് അതും പറ്റുമല്ലോ. ഒരു ഉംറയ്ക്ക് പോകുക പറഞ്ഞാൽ മിനിമം ഒരു 15 ദിവസം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ കിട്ടും. അത് അവിടേക്ക് ചെന്നാൽ പിന്നെ നമുക്ക് ദീനെ പറയണ്ടാവുള്ളൂ. ഒരു മദീന സന്ദർശനവും അതേപോലെ തന്നെ ഒരു ഉംറയും ഒക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് വളരെ വലിയ യാഥാർത്ഥ്യ ബോധം. അവിടെ ഒന്നും വേണ്ട, ആ കഅബാലയത്തിൻ്റെ മുന്നിലിരുന്ന് ഒരാൾ ഗദ്ഗദത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു രംഗം കണ്ടാൽ മതിയോ നമ്മുടെ കുട്ടികളുടെ ഒരു മനസ്സ് മാറാൻ. അതുകൊണ്ട് ജീവിതത്തിൽ അവർക്ക് നല്ല അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ വെക്കേഷനിൽ നമുക്ക് പറ്റണം. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അവിടുന്ന് പരിചയപ്പെടട്ടെ, നമ്മുടെ ബന്ധുക്കളെയും കുടുംബങ്ങളെയും ഒക്കെ അവിടുന്ന് പരിചയപ്പെടട്ടെ. അതേപോലെ പ്രധാനമാണ് ഒരു 3 ദിവസം ഒരു 5 ദിവസം ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും കുട്ടികൾക്ക് താമസിച്ചും അല്ലാതെയുമുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ. നിങ്ങൾ അതിലിപ്പോൾ എന്താണ് സിലബസ്, അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നൊക്കെ സംഘാടകരോട് ചോദിച്ചിട്ട് മതി. നമ്മളത് അങ്ങനെ കുട്ടികളെ കിട്ടാത്തൊരു പ്രശ്നമൊന്നും അതിനുണ്ടാവില്ല. കാരണം ആകെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പുകൾ 40 കുട്ടികൾക്കൊക്കെ ആയിട്ട് 40 കുട്ടികൾ കേരളത്തിന് എവിടെയെങ്കിലും വന്നാൽ മതിയാവും.
അതൊക്കെ ഇപ്പോൾ കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് ഓൺലൈൻ്റെ സമയത്ത്. ആളുകൾ ഉണ്ടാവാനല്ല, നമ്മുടെ കുട്ടിക്ക് ഒരവസരം ഉണ്ടാവാൻ നമ്മളതിന് പ്രത്യേകമായി എന്ത് ചെയ്യണം, അവസരങ്ങൾ ഉണ്ടാക്കണം എന്ന് ഉറപ്പെടുത്താണ്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രായോഗികമായി ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച പ്രായോഗികമായി നമ്മുടെ മക്കളെ സ്വാധീനിക്കാൻ പറ്റും. നമ്മുടെ മക്കൾ പറയും, അന്നിൻ്റെ 3 ദിവസത്തെ ആ ഒരു ക്യാമ്പിന് വിട്ടത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ആയത് എന്ന് പറയാറുണ്ട്. ഒരു ഇസ്ലാമിക് ഹോസ്റ്റലിൽ 2 വർഷം പഠിക്കാൻ ഇടയായ ഒരു വ്യക്തി എപ്പോഴും ജീവിതത്തിൽ പറയും, അന്ന് 2 വർഷം അവിടെ നിന്നതാണ് എൻ്റെ അന്ന് അവിടെ നിന്നിട്ടില്ലെങ്കിൽ ഞാനാകുമായിരുന്നില്ല എന്നെപ്പോഴും പറയും. ജീവിതത്തിൽ അത്തരം ചില അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകാൻ നമ്മൾ പരിശ്രമിക്കണം. ഇന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ്. പല ആൾക്കാരും വോട്ട് ചെയ്തിട്ടായിരിക്കും വന്നിട്ടായിരിക്കുക. എന്തായാലും എത്ര ബുദ്ധിമുട്ടിയാലും പ്രതികൂലമായ ചൂടും കാലാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യണം. വൈകുന്നേരം ഒരു 5:30 മണിക്ക് ഒരാൾ എത്തിയാലും അവിടെ വന്നവർ മുഴുവൻ വോട്ട് ചെയ്തിട്ടേ അത് ക്ലോസ് ചെയ്യുള്ളൂ. രാത്രി 9 മണി വരെ വോട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിലും ടോക്കൺ കൊടുത്ത് വോട്ട് ചെയ്യരുത്. കണ്ട് വോട്ട് ചെയ്യാൻ സമയമില്ലാത്ത പ്രശ്നമൊന്നുമില്ല, എല്ലാവരും അത് കൃത്യമായി നിർവഹിക്കണം. ആത്മാർത്ഥമായൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവണം. നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും നമ്മുടെ ദീനിൻ്റെ നിലനിൽപ്പിനും വേണ്ട സാഹചര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായൊരു പ്രാർത്ഥന ഉണ്ടാകണം. പ്രാർത്ഥന കൊണ്ട് അസാധ്യമായി ഒന്നുമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അള്ളാഹു സമാധാനമുള്ളൊരു നാടും സമാധാനകരമായ ജീവിത അന്തരീക്ഷവും അള്ളാഹു നമ്മുടെ നാടിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على